ഹായ് ഫ്രണ്ട്സ്, റാംബാൻഡേസിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, പിക്കിള്. അത് നല്ല ഗ്രീൻ ആപ്പിൾ പിക്കിൾ കേട്ടോ. നല്ല എരിവും പുളിയും നല്ല മധുരവും എല്ലാം കൂടെ ഒരു വെറൈറ്റി സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആപ്പിൾ പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി നല്ല അടികട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കാൻ വയ്ക്കുക. പാത്രം ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ എള്ളെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, ജിഞ്ചലി ഓയിൽ അല്ലെങ്കിൽ സെസം ഓയിൽ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചൂടായ ഓയിലിലോട്ട് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ കടുകൊക്കെ പൊട്ടി വരുന്ന ആ ഒരു ടൈമിൽ ഞാനിവിടെ കടുകും ഉലുവയും കൂടെ പൊടിച്ചതാണ്. ഒത്തിരി പൊടിച്ചതല്ല കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അതോടെ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 4 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഇഞ്ചി, 3 ടേബിൾ സ്പൂൺ ഗാർലിക് ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു 2 തണ്ട്. നമ്മുടെ ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക്, കറിവേപ്പില എല്ലാത്തിൻ്റെയും കളർ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം നമ്മളിനി മസാല ആഡ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മസാല കരിഞ്ഞു പോവില്ല. കാരണം നമ്മൾ നല്ല കട്ടിയുള്ള പാത്രമാണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ പാത്രത്തിൻ്റെ ചൂടിലും ഈ എണ്ണയുടെ ചൂടിലും മസാല എല്ലാം ഫ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ടെർമറിക് പൗഡർ, നമ്മുടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണിത്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ നമ്മുടെ കായം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാല എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സിങ് ചെയ്യാൻ. ഞാനൊരു 250 ml വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിലോട്ട്. നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനെഗർ ആഡ് ചെയ്യുകയാണ്. നമ്മുടെ മസാല ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഗ്രീൻ ആപ്പിൾ ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 2 kg ഗ്രീൻ ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. നല്ല ചെറിയ പീസായിട്ട് ഇതുപോലെ കുരുകുരാന്ന് അരിഞ്ഞത്. ഞാൻ ഉപ്പ് തേച്ച് വെച്ചിരിക്കുമായിരുന്നു ഒരു 1 hour. കാരണം ഉപ്പ് നന്നായിട്ട് ഇതിനകത്തോട്ട് പിടിക്കും. ഇല്ലെങ്കിൽ ഉപ്പ് തേച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ മസാലയിൽ വേറെ ഉപ്പ് ആഡ് ചെയ്യാതിരുന്നത്. നമുക്കിനി ഇത് നമ്മുടെ മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാച്ചാറ് ഉണ്ടാക്കുന്ന അതേ ലുക്കൊക്കെയാണ് കേട്ടോ. കാരണം ഗ്രീൻ ആപ്പിളിൻ്റെ തൊണ്ടോടുകൂടി കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാങ്ങാച്ചാറിൻ്റെ അതേ ഒരു സ്റ്റൈലാണ്.
നമ്മളിപ്പോൾ മസാല എല്ലാം നന്നായിട്ട് ഗ്രീൻ ആപ്പിളിലോട്ട് മിക്സ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു മസാലയിൽ പതുക്കെ ബോയിൽ ആവാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിൾ ഒത്തിരി നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്മാഷായി പോകും. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഗ്രീൻ ആപ്പിൾ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടാറിയിട്ട് പല കണ്ടെയ്നറിലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവരും ഗ്രീൻ ആപ്പിൾ പിക്കിൾ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. Press the bell icon on the YouTube app and never miss another update.